السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله، الصلاة والسلام عليك يا سيدنا يا حبيب الله، الصلاة والسلام عليك يا سيدنا يا خير خلق الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده، جزاكم الله عنا خير الجزاء. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. إني تركت فيكم ما إن أخذتم لن تضلوا، كتاب الله وعترتي أهل بيتي، وصدق رسوله الأمين. وما بي حذار الموت إني لميتون، ولكن حذاري حر نار ملفعين. സയ്യിദ് ശിഹാബുദ്ദീൻ മഷ്ഹൂർ തങ്ങളവറുകളെ, ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ, ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ 11ാമത്തെ ഉറൂസാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങാൻ വരെ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല. എനിക്കും ബഹുമാനപ്പെട്ട കോയ കാപ്പാട്ടവറുകൾക്കൊക്കെ പോകാനുള്ളത് ഒരു ട്രെയിനിനാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ച് 62 കൊല്ലം ഈ കർണാടകയിൽ ഉള്ളാളത്താണ് മഹാനവറുകൾ സേവനം ചെയ്തത്. കേരളത്തിലെ ധാരാളം ആളുകൾ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്താണെന്നാണ്, ഉള്ളാളത്തുകാരനാണെന്നാണ് മനസ്സിലാക്കിയത്. 1922 റബീഉൽ അവ്വൽ മാസം 25 വെള്ളിയാഴ്ച രാവാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിനടുത്ത കരുവന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ പ്രസിദ്ധമായ വലിയ ജുമുഅത്ത് പള്ളി, ആ ജുമുഅത്ത് പള്ളിയുടെ അടുത്തു തന്നെയുള്ള മണ്ണറക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനവറുകൾ ജനിച്ചത്. ആ രാജ്യത്ത്, താജുൽ ഉലമയുടെ രാജ്യത്ത് 10 കൊല്ലം ദീനി ഖിദ്മത്ത് ചെയ്യാൻ ഈ ഉള്ളവന് അവസരം ലഭിച്ചു. അതുകൊണ്ട് തന്നെ മഹാനായ താജുൽ ഉലമ ആ നാട്ടിൽ ജീവിച്ചു വളർന്നത്. ഉള്ളാളത്തേക്ക്, കർണാടകയിലേക്ക് മഹാനായ താജുൽ ഉലമ വരുന്നത് 1952 1950 മഹാനായ താജുൽ ഉലമ വെല്ലൂർ ബാഖിയാത്തുസ് സ്വാലിഹാത്തിലേക്ക് പോയി. 1922 ജനിച്ച മഹാനവറുകൾ 1950 ബാഖിയാത്തുസ് സ്വാലിഹാത്തിലേക്ക് പോകുമ്പോൾ 28 വയസ്സാണ് മഹാനായ താജുൽ ഉലമക്ക്. ബാഖിയാത്തുസ് സ്വാലിഹാത്ത് അറബി കോളേജിൽ ചെന്ന് ലോകത്ത് ആദ്യത്തെ ശംസുൽ ഉലമയായ ബഹുമാനപ്പെട്ട ഷാഹ് അബ്ദുൽ വഹാബ് അൽ ഖാദിരി അൽ വേലൂരി നവ്വറല്ലാഹു മർഖദഹു ഖുത്ബ് ജനീബ് ഹുന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ ആദ്യത്തെ ശംസുൽ ഉലമയാണ്. രണ്ടാമത്തെ ശംസുൽ ഉലമ അവിടുത്തെ ശിഷ്യൻ തന്നെയായ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ നവ്വറല്ലാഹു മർഖദഹു ഹളറത്ത് അവറുകൾ. അവരൊക്കെ ഇൽമു പഠിപ്പിച്ച ധാരാളം ആളുകൾക്ക്
നമ്മുടെ ഇന്ത്യ രാജ്യത്തെന്നല്ല മറ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഇന്ന് ദീനീ രംഗത്ത് നിലനിൽക്കുന്ന ആളുകൾ അവരൊക്കെ ഒന്നിരിക്കൽ ബാഖവിമാരോ അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരോ ആണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും അങ്ങനെ തന്നെയാണ്. 1950 ബാഖിയാത്തു സ്വാലിഹാത്തിലേക്ക് പോയി. 52 മഹാനായ താജുൽ ഉലമ അവിടുത്തെ 30ാമത്തെ വയസ്സിൽ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് 1ാം റാങ്ക് നേടി അവിടെ നിന്ന് പാസ്സാവുകയാണ്. എന്നിട്ട് താജുൽ ഉലമ എങ്ങനെയാണ് ഉള്ളാളത്ത് വന്നത്? അതിന്റെ കാരണം എന്തായിരുന്നു? മഹാനവറുകൾ കോഴിക്കോട് ജില്ലയിലെ കരുവന്തിരുത്തിയിലാണ്. ഫറോക്കിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് അന്ന് മംഗലാപുരത്തേക്ക് 2 ട്രെയിനേ ഉള്ളൂ. എൻ്റെ പിതാവ് കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ മംഗലാപുരം അൽ അസ്ഹരിയ സ്ഥാപിച്ചവരാണ്. മംഗലാപുരത്തെ ഏറ്റവും പ്രസിദ്ധമായ അസ്ഹരിയ, ആ കോളേജ് 40 ദിവസത്തെ വഅദ് കൊണ്ട് സ്ഥാപിച്ച കോളേജാണ് അസ്ഹരിയ എന്ന് പറയുന്നത്. അവിടുത്തെ ആദ്യത്തെ ഉസ്താദും പ്രിയപ്പെട്ട പിതാവായിരുന്നു. മഹാനവറുകൾ മംഗലാപുരത്ത് ദർസ് നടത്തുന്നു, താജുൽ ഉലമ ഉള്ളാളത്തും ദർസ് നടത്തുന്നു. അവർ തമ്മിലുള്ള അഭേദ്യമായ ആത്മീയമായ ബന്ധം, ആ ബന്ധമാണ് ഈ ഉള്ളവനെ ഇപ്പോൾ ഇവിടെ എത്തിച്ചത്. വളരെ സുദീർഘമായി താജുൽ ഉലമയെ പറ്റി പറയേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, 952 വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് വന്ന താജുൽ ഉലമയെ നിങ്ങളുടെ നാട്ടിലേക്ക്, കർണാടകയിലേക്ക് ആരാണ് കൊണ്ടുവന്നത്? അതിന്റെ കാരണം എന്താണ്? താജുൽ ഉലമയുടെ ധാരാളം ഉസ്താദുമാർ, ആ ഉസ്താദുമാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അവറാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. കാസർഗോഡ് 35 കൊല്ലം ഖാദിയായ ഒരേ ഒരു മഹാൻ. 35 കൊല്ലം കാസർഗോഡ് ഖാദിയായി മഹാനായ താജുൽ ഉലമയുടെ ഉസ്താദാണ്. ആ കാസർഗോഡ് ഖാദിയായ മഹാനവറുകളിൽ നിന്നും റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിൽ നിന്നുമാണ് താജുൽ ഉലമയുടെ ശൂരതയും ധീരതയും നമുക്ക് മനസ്സിലാകുന്നത്. അവരിൽ നിന്നാണ് ഇത് രണ്ടും കിട്ടിയത്. ഹക്ക് പറയുന്നതിന്റെ മുന്നിൽ ആരെയും പേടിക്കാത്ത ആർജവം താജുൽ ഉലമ ചെറുപ്പത്തിലെ സ്വന്തമാക്കിയതാണ്. ആരെയും പേടിക്കാത്തത് ചെറുപ്പത്തിലേ ഉള്ളതാണ്. അതൊന്നുകൂടി ബലപ്പെട്ടു അവിടുത്തെ ഉസ്താദ് അവറാം മുസ്ലിയാർ. മഹാനവറുകളിൽ നിന്ന് കരുവന്തിരുത്തിയിൽ നിന്ന് തന്നെയാണ് താജുൽ ഉലമയുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയാണ് കിതാബ് ഓതിയത്. വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് വന്ന് മഹാനായ താജുൽ ഉലമ മഹാനവറുകൾ കരുവന്തിരുത്തിയിലും അതേപോലെ തന്നെ അവിടെയുള്ള രാമന്തളിയിലുള്ള അവിടുത്തെ വസതിയിലും വിശ്രമിക്കുന്ന അവസരത്തിൽ മഹാനായ അവറാം മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ഉള്ളാളത്തേക്ക് ഒരു മുദരിസ് വേണം. അന്ന് മഹാനായ അവറാം മുസ്ലിയാർ ഉള്ളാളത്തും ഖാദിയാണ്, കാസർഗോഡും ഖാദിയാണ്, ഉള്ളാളത്തും ഖാദിയാണ്. അവിടുത്തെ ശിഷ്യൻ കൂടിയായ പരപ്പനങ്ങാടി മുഹമ്മദ് കോയ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളെ തീരുമാനിച്ചു, ഉള്ളാളത്തെ മുദരിസായി തീരുമാനിച്ചു. ആ അവറാം മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാരെ മംഗലാപുരം അസ്ഹരിയിലേക്കും കൊണ്ടുവന്നത്. ഈ 2 പേരെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരുമ്പോ മഹാനായ അവറാം മുസ്ലിയാർ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു: കർണാടകയിൽ ആലിമീങ്ങളില്ല, അതുകൊണ്ട് ഇൽമ് എന്താണെന്നും ജനങ്ങൾക്ക് അഹ്ലുസുന്ന എന്താണെന്നും പഠിപ്പിച്ചു കൊടുക്കാനാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. 15 രൂപ മാസം ശമ്പളം കൊണ്ടോട്ടിക്കടുത്ത പരതക്കാട് ജുമുഅത്ത് പള്ളിയിൽ മാസം 15 രൂപ ശമ്പളം വാങ്ങിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഇങ്ങോട്ട് അസ്ഹരിയിലേക്ക് വരുന്നത് 75 രൂപ ശമ്പളത്തിനാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ അവറാം മുസ്ലിയാരുടെ ദീർഘ വീക്ഷണത്തിന്റെ ഫലമായി മഹാനായ മുഹമ്മദ് കോയ മുസ്ലിയാരെ, മുഹമ്മദ് കോയ തങ്ങളെ ഉള്ളാളത്ത് മുദരിസായി തീരുമാനിച്ചു. പക്ഷേ അവറാം മുസ്ലിയാർ പറഞ്ഞ സമയത്ത് മുഹമ്മദ് കോയ തങ്ങൾ വന്നില്ല. അവറാം മുസ്ലിയാർ വളരെ കണിശക്കാരനാണ്. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം നോക്കുമ്പോൾ അതോടുകൂടെ തന്നെ ധീരനും ശൂരനുമാണ്. ഒളിമുക്കുകാർ മഹാനായ അവറാം മുസ്ലിയാരെ പറ്റി പറയല് പോക്കിരി അവരാണെന്നാ പറയല്, പോക്കിരി. അത്രക്കും ധീരനായ വ്യക്തിയാണ് അവറാം മുസ്ലിയാർ.
കരുവന്തിരുത്തിയിൽ ദർസ് നടത്തുമ്പോൾ നാട്ടുകാരുമായൊരു പ്രശ്നം വന്നു. മൊയിലേര് നാളെ കൊണ്ട് വന്നാൽ അടിച്ച് പായിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി മഹാനായ അവറാ മുസ്ലിയാർ ഒരു മുറിക്കയ്യൻ കുപ്പായമിട്ട് നല്ല ധീരതയുള്ള താടിയും ഒരു കണ്ണട വെച്ച് അതിന്റെ മുകളിൽ ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ണടയും വെച്ച് കരുവന്തിരുത്തിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ അരയിലൊരു കത്തിയും തിരികെയും. എന്നെ നേരിടാൻ ആരാ ഉള്ളത്? നേരിടാൻ വന്ന ആൾക്കാർ അവറാ മുസ്ലിയാരെ നടത്തം കണ്ടു അങ്ങോട്ട് പോയി. മഹാനായ താജുൽ ഉലമയുടെ ഉസ്താദ് പോക്കിരി അവറാരെന്ന് വെളിമുക്കാര് വിളിച്ചിരുന്ന മഹാനായ അവറാ മുസ്ലിയാരിൽ നിന്ന് ധീരത താജുൽ ഉലമ ആവോളം മനസ്സിലാക്കിയിട്ടുണ്ട്. മുഹമ്മദ് ബോയ തങ്ങൾ പറഞ്ഞ സമയത്ത് വരാതിരുന്നപ്പോ മുഹമ്മദ് ബോയ തങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഉള്ള ആളത്തേക്ക് പോണ്ട, ഞാൻ വേറെ നോക്കിക്കോളാം. സമയം അല്പം തെറ്റിയതാണ്, കറക്റ്റിനാണ് മഹാനവറാണ്, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അല്പം തെറ്റിയതാണ്, ഇനി നിങ്ങളോട് വരണ്ടാറ്, ഇനി ഞാൻ വേറെ നോക്കിക്കോളാം. അങ്ങനെ ഒരു കത്ത് കൊടുത്തയച്ചു. താജുൽ ഉലമ കത്ത് കൊടുത്തയച്ചു, നിങ്ങൾ ഉള്ള ആളത്തേക്ക് വരണം. ആ വരവാണ് 1952 കേരളക്കാരായ ഞങ്ങൾക്ക് മഹാനായ താജുൽ ഉലമയുടെ ഖിദ്മത്തുകൾ വല്ലാതെ നഷ്ടപ്പെട്ടു പോയി. ഞാൻ അവിടെ നിൽക്കുമ്പോ മഹാനായ താജുൽ ഉലമയുടെ അരികിലേക്ക് രാത്രി ചെന്ന് ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് പല വിഷയങ്ങളും കരുവന്തിരുത്തിയിലെ പല വിഷയങ്ങളും പറയുമ്പോ താജുൽ ഉലമ പറഞ്ഞു, ഞാൻ ഇവിടെ ഇല്ലല്ലോ, എന്റെ ഖിദ്മത്തൊക്കെ കർണാടകയിലല്ലേ, ഞാൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പലപ്പോഴും അവിടെ നിന്ന് ആകുലപ്പെടാറുണ്ട്, വേവലാതിപ്പെടാറുണ്ട്. അങ്ങനെ 1952 ഈ നാട്ടിൽ വന്ന് മഹാനായ താജുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു 1972 സയ്യിദ് മദനി അറബി കോളേജ് ഉണ്ടാക്കുന്നത്. അതുവരെ ഉള്ളാളത്തെ പള്ളിയിൽ തന്നെയാണ് ദർസ് നടത്തിയത്. 1956 താജുൽ ഉലമയെ അവിടുത്തെ 38ാമത്തെ വയസ്സിൽ സമസ്ത മുശാവറയിലേക്ക് എടുക്കുകയാണ്. 56 മഹാനായ താജുൽ ഉലമക്ക് വയസ്സ് 38 വയസ്സാണ്. സാധാരണ 40 വയസ്സായാലാണ് മുശാവറയിലേക്ക് എടുക്കാറുള്ളത്. 52 ബാക്കിയാത്തിൽ നിന്ന് വന്ന താജുൽ ഉലമയെ 4 കൊല്ലം ഉള്ള ആളത്ത് ദർസ് നടത്തിയപ്പോഴത്തേക്ക് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ താജുൽ ഉലമയെ വല്ലാതെ സ്വാധീനിച്ച ഉസ്താദാണ്. പലപ്പോഴും താജുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 18 കൊല്ലത്തോളം ദർസിൽ ഓതിപ്പടിച്ച മഹാനായ താജുൽ ഉലമ അവിടുന്ന് പറയാറുണ്ട്, എന്റെ ഓത്ത്, എന്റെ ഇൽമിന്റെ പഠനം 3.5 കൊല്ലമാണ്. അഥവാ 3.5 കൊല്ലം റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ കീഴിൽ ഓതിപ്പടിച്ച ആ കൊല്ലമാണ് എന്റെ ഓത്ത്. പ്രിയപ്പെട്ടവരെ, അതൊരു വല്ലാത്ത ബന്ധമായിരുന്നു റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദുമായി. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സുഖമില്ലാതെ ദർസ് നിർത്തി കണ്ണി വാഴക്കാട് അവിടത്തെ വീട്ടിൽ, ഓടുമേഞ്ഞ വീട്ടിൽ, അവിടത്തെ വഫാത്തിനോടടുത്ത സമയത്ത് ഞാൻ ആ വീട്ടിൽ പോയി കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടു. കണ്ണിയത്ത് ഉസ്താദിന്റെ 2 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് കരുവന്തിരുത്തിയിലേക്കാണ്. ആ പുതിയാപ്പള ഉമർ മുസ്ലിയാരെ കൂട്ടിയിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ അവസാന കാലഘട്ടത്തിൽ അവിടുത്തെ വീട്ടിലേക്ക് പോയപ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് അവസാനം വരേക്കും വീട്ടിൽ ഒരു ബാത്റൂം പോലും ഇല്ല. അവിടെ നിന്ന് വഫാത്താകുമ്പോ ആ വീട്ടിൽ ഒരു ബാത്റൂം ഇല്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വല്ലാതെ വിഷമിച്ച് മൂത്രമൊഴിക്കുന്നത് ആ കിടക്കുന്ന റൂമിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി, ഒരു ചെറിയ മറ വെച്ച് അതിലാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മൂത്രമൊഴിക്കുന്നത്. അവസാന സമയത്തും ഇങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജോലിയില്ലാതെ ഖിദ്മത്തില്ലാതെ മഹാനവറുകൾ വിശ്രമിക്കുന്ന സമയത്ത് ഉള്ളാളത്തും പരിസരത്തുമുള്ള വലിയ വലിയ ആളുകളുമായി മഹാനായ താജുൽ ഉലമക്ക് പരിചയമുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ 100-ലധികം മഹല്ലുകൾ. ഞാനിങ്ങോട്ട് വരുമ്പോ 1-2 പള്ളികൾ കണ്ടു. താജുൽ ഉലമ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് അങ്ങനെ പറയേണ്ടത്. 62 കൊല്ലം ഈ രാജ്യത്താണ് താജുൽ ഉലമ ഖിദ്മത്ത് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് സുഖമില്ലാതെ ഇരിക്കുമ്പോ ഇവിടെയുള്ള നല്ല ആളുകളെ കണ്ട്
എല്ലാ മാസവും താജുൽ ഉലമ റഈസുൽ മുഹഖിഖീൻ കണ്ണീത്ത് ഉസ്താദിനൊക്കെ മണി ഓർഡറായി പൈസ അയച്ചു കൊടുത്തിരുന്നു. അന്ന് പൈസ അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് മണി ഓർഡർ. പഴയ ആളുകൾക്ക് അതറിയാം. അങ്ങനെ അയച്ചു കൊടുത്തിരുന്നു. അത്രക്കും അഭേദ്യമായ ബന്ധം, ആത്മാർത്ഥമായ ബന്ധം. താജുൽ ഉലമ എന്നോട് പറഞ്ഞു, റമദാനിൽ ഒരിക്കൽ എന്റെ ഉസ്താദിന്റെ അരികിൽ കണ്ണിമൂലേരി എന്നാണ് പറയുക, കണ്ണിമൂലേരി അടുത്ത് ഞാൻ നോമ്പ് തുറക്കാൻ പോകും. അങ്ങനെ നോമ്പ് തുറക്കാൻ ചെന്നില്ലെങ്കിൽ കണ്ണിമൂലേരിക്ക് വലിയ പരാതിയാണ്. എനിക്കൊരു സോക്കടുണ്ട്. താജുൽ ഉലമ പറഞ്ഞു, അതെന്താ? ചിലപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ തെരിപ്പിപ്പോകും. മലയാളത്തിൽ ഞങ്ങൾ എങ്ങനെയാ പറയല്, നിങ്ങൾ എങ്ങനെയാ പറയാന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ഭക്ഷണം അത് മൂക്കിലൂടെ കയറി ശ്വാസം നിലച്ചു പോകും. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് ഞാൻ നോമ്പുറക്കാൻ ചെന്നപ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം തരിപ്പിപ്പോയി, എനിക്ക് ശ്വാസം കിട്ടാതെയായി. ആ സമയത്ത് മഹാനായ ഉസ്താദ് അവറുകൾ 2 കൈ എന്റെ തലയിൽ വെച്ച്, അല്ലാഹ് തങ്ങൾക്ക് നീ സോക്കട് കൊടുക്കല്ല അല്ലാഹ്, തങ്ങൾക്ക് ഈ സോക്കട് നീ കൊടുക്കല്ല അല്ലാഹ് എന്ന് ഉസ്താദിന്റെ ഒറ്റ ദുആ. പിന്നെ എനിക്ക് ആ സോക്കട് ഉണ്ടായിട്ടില്ല. അത്രക്ക് വലിയ ബന്ധമാണ്. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ അവിടുത്തെ ജനാസ കിടത്തിയിരുന്നത് അവിടുത്തെ വീട്ടിൽ ഒരു കാർ പോർച്ച് ഉണ്ടായിരുന്നു. അവിടെയാണ് അവിടുത്തെ ജനാസ കിടത്തിയിരുന്നത്. ആ ജനാസന്റെ അരികിൽ അന്ന് എത്തിപ്പെടാൻ വലിയ പ്രയാസമായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത 1-2 ജനാസയാണ്, 1-2 മയ്യിത്ത് നിസ്കാരമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെതാണ്, അതേപോലെ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെതാണ്. 2 പേരും താജുൽ ഉലമയുടെ ഉസ്താദുമാരാണ്. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ. 1-ന് താജുൽ ഉലമ മരിക്കു വഫാത്താകുമ്പോ 2-ന് ശംസുൽ ഉലമ വഫാത്താകുന്നു, 3-ന് കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നു. വല്ലാത്തൊരു ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായിട്ട് അവിടെ കിടത്തിയപ്പോ താജുൽ ഉലമ വരുമ്പോ ഈ ഉള്ളവൻ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയോ അവിടെ എത്തിപ്പെട്ടു. മഹാനായ ഇ.കെ. ഉസ്താദിന്റെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും പണക്കാട് പൂക്കോയ തങ്ങൾ തുടങ്ങിയ വലിയ മഹാന്മാർ, അവരെ പോലെ ജനങ്ങൾ പങ്കെടുത്ത ഒരു ജനാസയായിരുന്നു മഹാനായ താജുൽ ഉലമയുടേത്. താജുൽ ഉലമ വഫാത്താകുന്ന ദിവസം നമുക്കെല്ലാവർക്കും അറിയാം, 2014 ഫെബ്രുവരി മാസം 1-ാം തീയതി ഹിജറ 1435 ശനിയാഴ്ച, റബീഉൽ ആഖിർ 1-ാം തീയതി, 1-ാം തീയതി ശനിയാഴ്ചയാണ്. ആ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഈ ഉള്ളവൻ അവിടുത്തെ ഹദറത്തിലെത്തി. അവിടുത്തെ ഹദറത്തിലെത്തിയിട്ട് മഹാനായ കൂറത്തങ്ങളെ വീട്ടിൽ അവിടുന്ന് കിടക്കുമ്പോ, അന്ന് ശനിയാഴ്ച അസറോടെടുത്ത സമയത്താണ് താജുൽ ഉലമ വഫാത്താകുന്നത്. അവിടുത്തെ വീട്ടിലെത്തി അവിടുത്തെ മുഖം കാണാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി. പിന്നീട് വഫാത്തിന്റെ വിവരം അറിഞ്ഞു. എങ്ങനെയോ താജുൽ ഉലമയുടെ ഹദറത്തിൽ തന്നെ അവിടുന്ന് മയ്യത്തെടുക്കുന്നത് വരെ, ജനാസ എടുക്കുന്നത് വരെ അവിടുന്ന് തന്നെ അതിന്റെ അടുത്ത് തന്നെ കൂടാനുള്ള അവസരമുണ്ടായി. മഹാനായ താജുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ അങ്ങോട്ട് കടന്നു വരികയാണ്. അവിടെ ഞാനുണ്ട് അവസരത്തിൽ. ആ രംഗം ഇപ്പോഴും എന്റെ മനസ്സിൽ. മഹാനായ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദും കൂടെയുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി 2 പേരുമുണ്ട്. 2 പേരുടെ കൂടെ താജുൽ ഉലമ വന്നപ്പോ സമസ്തയിൽ ദൗർഭാഗ്യകരമായി ഉണ്ടായ ഭിന്നിപ്പിന്റെ കാലമാണ്. ആ ഭിന്നിപ്പിന്റെ അവസരമാണ്, അതിന്റെ തുടക്കമാണ്. ആ തുടക്കത്തിൽ മഹാനവറുകൾ വന്ന് താജുൽ ഉലമ വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ ഇപ്പോഴും കാണുകയാണ്. ഒരു മരത്തിന്റെ സ്റ്റൂൾ ഒരാൾ അവിടെ വെച്ചു കൊടുത്തു. ആ സ്റ്റൂളിൽ ഇരുന്ന് യാസീൻ ഓതി മഹാനായ താജുൽ ഉലമ പൊട്ടി പൊട്ടി കരയുകയാണ്. അവിടെ തലക്ക് ഭാഗത്തിരുന്ന ഉസ്താദിന്റെ ജനാസന്റെ അരികിലിരുന്ന് താജുൽ ഉലമ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നതിന് ഞാൻ സാക്ഷിയാണ്. എന്തൊരു കരച്ചിലാണ്! ഞാൻ അങ്ങനെ താജുൽ ഉലമ കരയുന്നത് കണ്ടിട്ടില്ല. ബുറുദ ചൊല്ലുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുമ്പോ താജുൽ ഉലമ കരയാറുണ്ട്. കരുന്തിരുത്തിയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ വന്നാൽ ഒരു ദിവസം അവിടുന്ന് മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കും. റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു ദിവസം മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കും. ആ മൗലിദിന്റെ സദസ്സിൽ ശറഫലനാ മൗലിദ് പൂർണ്ണമായും ഓതും.
ശറഫുൽ അനാം മൗലിദ് പൂർണ്ണമായി ഓതുന്നതിന്റെ മുമ്പ് സലാം ബൈത്തും ചൊല്ലും. അങ്ങനെ നല്ല നീണ്ട സദസ്സായിരിക്കും അവിടുത്തെ മൗലിദിന്റെ സദസ്സ്. അവിടുന്ന് അശ്റഖ് ചൊല്ലുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു മന്നി യാ ബശീറു യാ നദീറു. വരികൾ എത്തിയാൽ അബ്ദുക്കൽ മിസ്കീനു യർജു എന്ന വരിയെത്തിയാൽ താജുൽ ഉലമ നിയന്ത്രണം വിടും. പൊട്ടിക്കരയും. മുത്ത് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നത് എത്രയോ വട്ടം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വല്ലാത്ത മഹബത്താണ് മുത്തുനബിയോട് ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണീത്ത് ഉസ്താദിന്റെ ജനാസന്റെ അരികിലിരുന്ന് എത്ര നേരമാണ് ഹസീൻ ഓതുന്നുണ്ട്, അതോടുകൂടെ തന്നെ കരയുന്നുമുണ്ട്. മഹാനായ താജുൽ ഉലമയുടെ ഉസ്താദുമാര് മുഴുവൻ താജുൽ ഉലമയെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു. അവർക്കൊക്കെ ഉസ്താദുമാർക്കൊക്കെ വലിയ സ്നേഹമായിരുന്നു താജുൽ ഉലമയോടുണ്ടായിരുന്നത്. പൊന്നാനിയിൽ ഉറൂസ് നടക്കുമ്പോ, മഖ്ദൂം തങ്ങളുടെ ഉറൂസ് നടക്കുമ്പോ ആ ഉറൂസിൽ അധ്യക്ഷത വഹിക്കുവാനും ദുആരക്കാനും ഉള്ള ആളത്തിന് താജുൽ ഉലമ വരും. പലപ്പോഴും വന്നിരുന്നത് ഒറ്റക്ക വന്നിരുന്നത്. താജുൽ ഉലമയെ സ്വീകരിക്കാനും യാത്രയക്കാനും എന്റെ നാടായ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഉണ്ടാകാറുണ്ട്. അത്ഭുതപ്പെടാറുണ്ട്. പ്രായമുള്ള സമയത്തും പലപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നീട് ഹാദിമീങ്ങൾ അവിടുത്തെ പേരക്കുട്ടിയായ കരുവന്തിരുത്തിയിലുള്ള മകളുടെ മകൻ പൂക്കോയത്തങ്ങൾ, ഉടുമ്പൻതലയിലുള്ള മകളുടെ മകനാണ് മഹാനായ സയ്യിദ് ശിഹാബുദ്ദീൻ മഷ്ഹൂർ തങ്ങൾ. അവിടത്തേക്ക് 5 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. താജുൽ ഉലമക്ക് 3 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. മഹാനായ കൂറത്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. മഹാനായ കൂറത്തങ്ങളുടെ ജ്യേഷ്ഠൻ ബിച്ചിത്തങ്ങൾ, അവരുടെ ഒക്കെ ഒരു അനുജൻ സയ്യിദ് അബൂബക്കർ ചെറുകുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കൂടി താജുൽ ഉലമക്ക് ഉണ്ടായിരുന്നു. അതൊരു 8 or 10 വയസ്സായപ്പോൾ മരണപ്പെട്ടു പോയതാ, വഫാത്തായി പോയതാണ്. അങ്ങനെ 8 മക്കൾ മഹാനായ താജുൽ ഉലമക്ക് ഉണ്ടായിട്ടുണ്ട്. 2 സഹോദരന്മാരും ഉണ്ടായിട്ടുണ്ട്. ഒരു മൂത്ത സഹോദരനും ഒരു ഇളയ സഹോദരനും താജുൽ ഉലമക്ക് ഉണ്ടായിട്ടുണ്ട്. 3 സഹോദരിമാരും താജുൽ ഉലമക്ക് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ എന്നുള്ള ആ പേര് മഹാനായ താജുൽ ഉലമക്ക് വരുന്നത്, അബ്ദുറഹ്മാൻ എന്ന പേര് വരുന്നത് അവിടുത്തെ ഉപ്പാപ്പാന്റെ പേരാണ്. അവിടുത്തെ ഉമ്മ ഹലീമ എന്നവർ, ആ ഹലീമ എന്നവരുടെ അവിടുത്തെ സ്വന്തം ഉമ്മയായ ഹലീമ, ആ ഹലീമ റളിയല്ലാഹു തആല അൻഹ അവരുടെ ഉപ്പയായ അബ്ദുറഹ്മാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത് കൊന്നാര് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് അഹ്മദുൽ ബുഖാരി എന്ന കുഞ്ഞുള്ളു പാപ്പ, സയ്യിദ് അഹ്മദുൽ ബുഖാരി എന്ന് പറയുന്ന കുഞ്ഞുള്ള പാപ്പയുടെ മകനാണ് സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി. അബ്ദുറഹ്മാനുൽ ബുഖാരിയുടെ മകളാണ് മഹാനായ താജുൽ ഉലമയുടെ ഉമ്മ ഹലീമ എന്ന് പറയുന്നവർ. അവിടുത്തെ അബ്ദുറഹ്മാനുൽ ബുഖാരി എന്ന് പറയുന്നവരുടെ മകളാണ്. 2 നിലക്കും മഹാനായ താജുൽ ഉലമ അത്യുന്നതമായ സ്ഥാനം വഹിക്കുന്നവരാണ്. പറഞ്ഞു വരുന്നത്, മഹാനായ താജുൽ ഉലമ ഈ രാജ്യത്ത്, ഈ ഉള്ളാളത്തേക്ക് കരുവന്തിരുത്തിയിൽ നിന്ന് മഹാനവറുകൾ വരുന്നത് വല്ലാതെ വിഷമം സഹിച്ചിട്ടാണ് അന്നൊക്കെ വന്നിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റക്കായിരുന്നു ആദ്യകാലത്തൊക്കെ താജുൽ ഉലമ യാത്ര നടത്തിയിരുന്നത്. എത്രയോ തവണ ഞാൻ അത് കണ്ടിട്ടുണ്ട്. കരുവന്തിരുത്തിയിൽ ഞാൻ ദർസ് നടത്തുന്ന സമയത്ത് മഹാനായ താജുൽ ഉലമ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിട്ട് മഹാനവറുകൾ ഒരു വാഹനം പിടിച്ച് കരുവന്തിരുത്തിയിൽ വന്ന് ഒരു ചെറിയ ഒറ്റയടി പാതയിലൂടെയാണ് വീട്ടിലേക്ക് പോവുക. അന്ന് അവിടുത്തെ വീട്ടിന്റെ മുറ്റത്ത് വാഹനം വരില്ല, നടന്നിട്ടാണ് താജുൽ ഉലമ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഉള്ളാളത്തുനിന്ന് കോഴിക്കോട്ട്, അവിടെ നിന്ന് കുറ്റിപ്പുറത്ത് പൊന്നാനിയിലെ ഉറൂസിൽ പങ്കെടുക്കാൻ വേണ്ടി താജുൽ ഉലമ വല്ലാതെ വിഷമം സഹിച്ചു വരും. എന്നിട്ട് സ്റ്റേജിലേക്ക് കയറിയാൽ പ്രസംഗം തുടങ്ങുന്നത് തന്നെ, പൊന്നാനി ഉറൂസിന്റെ പ്രസംഗം തുടങ്ങുമ്പോൾ താജുൽ ഉലമ പറയുന്നത് എന്താണെന്നറിയോ? എന്റെ ഉസ്താദ്
അവിടുത്തെ പ്രസംഗമാണ്. ഞാനിവിടെ ഓതി വെച്ച ആയത്ത് താജുൽ ഉലമ കൂടുതൽ തവണ ഓതുന്ന സൂറത്തുൻ നഹ്ലിലെ 78ാമത്തെ ആയത്താണ്. അതിങ്ങനെ കേൾക്കുമ്പോൾ അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓത്ത് മനസ്സിൽ തട്ടുന്ന ഓത്താണ്. അല്ലാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ശിഷ്യന്മാർക്കും അവിടത്തേക്ക് ബന്ധമുള്ള ആളുകൾക്കൊക്കെ അറിയാം വല്ലാത്ത സ്നേഹമുള്ള ആളാണ്, വല്ലാത്ത സ്നേഹമുള്ള ആളാണ്. ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടാറുള്ളത് അവിടുത്തെ ഔറാദുകളും ദിക്റുകളൊക്കെ മുടങ്ങുമ്പോഴാണ്. ധാരാളം തരീഖത്തുകൾ അവിടത്തേക്കുണ്ട്, ധാരാളം റിയാദകൾ അവിടെ നിന്ന് വീട്ടിയിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. അവിടുത്തെ ഹദറത്തിൽ നമ്മൾ അറിയാത്ത ധാരാളം ആളുകൾ വരുന്നുണ്ട്. അവിടുത്തെ ഹദറത്തിൽ നമ്മൾ അറിയാത്ത ധാരാളം ആളുകൾ വന്ന് കിതാബ് ഓതി പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ അറിയുന്ന ആളുകൾക്കൊക്കെ അത് അറിയാം. പറഞ്ഞു വരുന്നത്, പൊന്നാനിയിൽ ഉള്ളാളത്തുനിന്ന് വന്നിട്ട് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ആദ്യമായി പറയുന്നത് എന്റെ ഉസ്താദ് പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിഹാർ എനിക്ക് മുതഫരീദ് ഓതി തന്ന ഉസ്താദ് പൊന്നാനിക്കാരനാണ്. ഈ പ്രദേശത്തുകാര് 62 കൊല്ലം നിങ്ങളെ രാജ്യത്ത് ദീനീ ഖിദ്മത്ത് ചെയ്ത് ഈ രാജ്യം പ്രകാശപൂരിതമാക്കിയ മഹാനവറുകൾ, ഉള്ളാളത്ത് മുദരിസായിരുന്ന താഴക്കോട് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. താജുൽ ഉലമയുടെ ശിഷ്യനാണ്. വളരെ കാലം ഉള്ളാളത്ത് മുദരിസായിരുന്നു. ഒരിക്കൽ ഉള്ളാളത്ത് വന്നപ്പോ മഹാനവറുകൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ പിതാവ് കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ ഉള്ളാളം ഉറൂസിന് വന്നപ്പോ അവിടെ നിന്ന് പ്രസംഗിച്ച പ്രസംഗം എന്താണെന്നറിയോ? നൂറുൻ അലാ നൂർ എന്നാണ്. താഴക്കോട് ഉസ്താദിനോട് പറഞ്ഞു, നൂറുൻ അലാ നൂർ എന്താണ് അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾ ഉപ്പ പറഞ്ഞത് എന്താണെന്നറിയോ? ഇവിടെ സയ്യിദ് മദനി തങ്ങളുണ്ട്, അതൊരു നൂറാണ്. ആ നൂറിന്റെ മുകളിലായി കൊണ്ട് തന്നെ മഹാനായ താജുൽ ഉലമയുമുണ്ട്. 2 നൂറും കൂടി സമ്മേളിച്ച സ്ഥലമാണ് ഉള്ളാളമെന്ന് അവിടുന്ന് പ്രസംഗിച്ചു പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മുതഫരീദ് ഓതി കൊടുത്ത ഉസ്താദിനെ താജുൽ ഉലമ മറക്കുന്നില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. പ്രിയപ്പെട്ടവരെ, താജുൽ ഉലമക്ക് സ്വന്തം രാജ്യമായ കരുവന്തിരുത്തിയിൽ 1 സ്ക്വയർ ഫീറ്റ് ഭൂമി പോലും ഉണ്ടായിരുന്നില്ല. 1 സെന്റ് എന്നിട്ടല്ലേ. അവിടുത്തെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് അബൂബക്കർ കുഞ്ഞിക്കോയ തങ്ങൾ, താജുൽ ഉലമയുടെ ഉപ്പയുടെ പേര് അതാണ്, സയ്യിദ് അബൂബക്കർ കുഞ്ഞിക്കോയ തങ്ങൾ. അവർ വഫാത്താകുന്ന സന്ദർഭത്തിൽ താജുൽ ഉലമയും അവിടുത്തെ ജ്യേഷ്ഠനും ഇൽമു പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ അനുജൻ നാട് വിട്ടുപോയതാണ്. താജുൽ ഉലമക്ക് ഒരു അനുജൻ ഉണ്ടായിരുന്നു. ആ അനുജൻ നാട് വിട്ടുപോയി. ഒറീസയിലോ മറ്റ് വടക്കൻ ഇന്ത്യയിൽ ഏതോ ഒരു സ്ഥലത്ത് പോയി. അവിടെയാണ് മഹാനവറുകൾ മരണപ്പെട്ടു പോയത്. അവരെ പറ്റി നമുക്കറിയില്ല. താജുൽ ഉലമ വെല്ലൂർ വാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് 952 വരുമ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ജ്യേഷ്ഠൻ 954 വരുന്നത്. 2 കൊല്ലം കഴിഞ്ഞിട്ട് ജ്യേഷ്ഠൻ വരുന്നതിന്റെ മുമ്പ് തന്നെ മഹാനായ താജുൽ ഉലമ വെല്ലൂർ എന്ന് വന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, മഹാനായ താജുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി വബിഉലൂമിഹി ഫിദ്ദാറൈൻ. മഹാനവറുകൾ കരുവന്തിരുത്തിയിൽ ആ ഉപ്പയുടെ സ്വത്തായി കൊണ്ട് മഹാനവറുകൾക്ക് കിട്ടിയത് 2 പശുക്കളെയാണ് കിട്ടിയത്. 2 പശുക്കളെയാണ് താജുൽ ഉലമക്ക് കിട്ടിയത്. ഉപ്പയുടെ സ്വത്തായി കൊണ്ട് കിട്ടിയത് 2 പശുക്കളെയാണ്. സുബ്ഹാനല്ലാഹ്. അത് തന്ന ആളുകൾക്ക് തന്നെ കൊടുത്തിട്ട് താജുൽ ഉലമ ഓതി പഠിക്കുന്ന കാലഘട്ടത്തിൽ മഹാനവറുകൾ ദർസ് നിർത്തിയിട്ട് ഓത്ത് നിർത്തിയിട്ട് താജുൽ ഉലമ വന്നാൽ താമസിക്കാറുള്ളത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പള്ളിയിലാണ് താജുൽ ഉലമ താമസിക്കാറുള്ളത്. താജുൽ ഉലമക്ക് താമസിക്കാൻ വീടുണ്ടായിരുന്നില്ല, പള്ളിയിലായിരുന്നു താമസിച്ചിരുന്നത്. പള്ളിയിൽ താമസിക്കുന്നു താജുൽ ഉലമ. ദർസിൽ നിന്ന് വന്ന് പള്ളിയിൽ താമസിക്കുന്നത് മാത്രമല്ല, പള്ളിന്റെ മുകളിൽ കയറും. കരുവന്തിരുത്തി പള്ളിക്ക് 2 തട്ടുണ്ട്, 2 നിലയുണ്ട്. അതില് ഏറ്റവും മുകളിലെ നിലയിൽ ആരും അങ്ങനെ കയറി പോകൂല. മഹാനായ താജുൽ ഉലമ ദർസ് നിർത്തി വന്നാൽ അതിന്റെ മുകളിൽ കയറി പോകും, അവിടെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് താജുൽ ഉലമ അൽഫിയുടെ ബൈത്ത് ഉറക്കെ ചൊല്ലിപ്പടാക്കും. എന്റെ മുത്തഅല്ലിമീങ്ങളെ, താജുൽ ഉലമ പള്ളിന്റെ മുകളിൽ നിന്ന് അൽഫിയുടെ ബൈത്ത് ചൊല്ലുമ്പോ കരുവന്തിരുത്തിക്കാരായ ആൾക്കാർ പറയും, കുഞ്ഞിക്കോയ തങ്ങൾ ദർസ് നിർത്തി വന്നിരിക്കുന്നു.
കുഞ്ഞിക്കോയത്തങ്ങൾ ദർശിർത്തി വന്നിരിക്കുന്നു. കുഞ്ഞിക്കോയത്തങ്ങൾ ദർശിർത്തി വന്നു എന്നുള്ളത് കരുവന്തിരുത്തിക്കാരറിയുന്നത്, നാട്ടുകാരറിയുന്നത് പള്ളിയുടെ മുകളിൽ നിന്ന് അൽഫിയുടെ ബൈത്ത് കേൾക്കുമ്പോഴാണ്. എന്റെ മുത്തഅല്ലിമീങ്ങളോട്, സഹോദരന്മാരോട് പറയുന്നു, അവിടുത്തെ ദർസി ജീവിതത്തിൽ അസ്മാ സിത്തയിൽ നിന്നുള്ള 6 ബൈത്ത് മാത്രമാണ്, 3 ബൈത്ത് മാത്രമാണ് അവിടത്തേക്ക് ക്ലാസ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. താജുൽ ഉലമ എപ്പോഴും പറയും, അസ്മാ സിത്തയിൽ നിന്നുള്ള താലിമികൾക്കതറിയാം, 3 ബൈത്ത് മാത്രമേ താജുൽ ഉലമക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഒന്നും നഷ്ടപ്പെടാതെയാണ് താജുൽ ഉലമ ഓതി പഠിച്ചത്. ഒന്നും അവിടത്തേക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ താജുൽ ഉലമ പള്ളിന്റെ മുകളിൽ താമസിക്കുന്നു. അവിടെ അടുത്തുള്ള കല്ലറക്കൽ വീട് എന്ന് പറയുന്ന ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് ദർസ് തുടങ്ങുന്ന അവസരത്തിൽ ആ പള്ളിയിൽ നിന്ന് മഹാനായ താജുൽ ഉലമ ദർസിലേക്ക് വരുന്നു. ഈ ഉള്ളവൻ ഖിദ്മത്ത് ചെയ്തിരുന്ന കരുവന്തിരുത്തിയിലെ മടത്തിൽപ്പാടം ജുമുഅത്ത് പള്ളിയിൽ മഹാനായ താജുൽ ഉലമ ദർസ് നിർത്തി വന്നാൽ ഇമാമായിരുന്നു. റമദാനു ശരീഫിൽ മുതഅല്ലിമാകുന്ന കാലഘട്ടത്തിൽ താജുൽ ഉലമ ഇമാമായിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ മഹാനായ താജുൽ ഉലമ പള്ളികളിൽ പോയി വെള്ളിയാഴ്ച വഅദ് പറഞ്ഞിട്ടുണ്ട്. താജുൽ ഉലമ തന്നെ എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ വെള്ളിയാഴ്ച വഅദിന് പോയി. വെള്ളിയാഴ്ച വഅദിന് പോയപ്പോ അവിടെ വഅദ് പറയാൻ വേണ്ടി ഓക്കെ ഉസ്താദും വന്നിരിക്കുന്നു. മഹാനായ ഓക്കെ ഉസ്താദ് ബഹറുൽ ഉലൂം. ആരാണ് ഓക്കെ ഉസ്താദ്? മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ, താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദിന്റെ ഒക്കെ ഉസ്താദായ ബഹറുൽ ഉലൂം 1946 ബാഖിയാത്തുസ് സാലിഹാത്തിൽ നിന്ന് സനദ് വാങ്ങിച്ചു വന്ന മഹാനായ ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് അവറുകൾ, ആ ഓക്കെ ഉസ്താദ് ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് കാപ്പാട് ഓതുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട കോയ ഹാജിയുടെ രാജ്യമായ കാപ്പാട് മഹാനായ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു വലിയ മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാന്റെ അടുത്ത് മഹാനായ ഓക്കെ ഉസ്താദ് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ആ ഭാഗത്ത് തന്നെയാണ് ഓതുന്നത്. രണ്ടുപേരും കൂടി വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ വഅദിന് പോയി. താജുൽ ഉലമ തന്നെ രസത്തിൽ പറയാറുണ്ട്, എന്നെ കണ്ടപ്പോ മഹാനായ ഓക്കെ ഉസ്താദിന് ഒരു പരിങ്ങല്, ഓക്കെ ഉസ്താദിനെ കണ്ടപ്പോ എനിക്കും പരിങ്ങല്. ഞങ്ങൾ രണ്ടുപേരും കൂടി വഅദ് പറയാതെ പോന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ നിൽക്കാൻ തോന്നിയില്ല. എന്നെ കണ്ടപ്പോ ഓക്കെ ഉസ്താദിനും പറ്റിയില്ല. ഓക്കെ ഉസ്താദ് അന്ന് ബഹറുൽ ഉലൂമായിട്ടില്ല, താജുൽ ഉലമ അന്ന് താജുൽ ഉലമയായിട്ടില്ല. രണ്ടുപേരും മുതഅല്ലിമീങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, താജുൽ ഉലമ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട മഹാനൗറുകൾ ഓതുന്ന കാലത്ത് വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നോക്കാനും പരിചരിക്കാനും നിയന്ത്രിക്കാനും ഒന്നും ആരുമില്ലാതെ ധാരാളം സ്ഥലങ്ങളിൽ പോയി 3 മാസവും 3.5 മാസവും 1 കൊല്ലവും ഒക്കെ ഓതിയിട്ട് അവിടെ നിന്ന് നിൽക്കാൻ കഴിയാതെ കണ്ണീത്ത് ഉസ്താദിന്റെ അരികിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഓത്ത് നടക്കാത്തതിന്റെ പേരിൽ നേരത്തെ തന്നെ പിതാവ് അബൂബക്കർ കുഞ്ഞിക്കോയത്തങ്ങൾ മരിച്ചുപോയി. പിന്നെ താജുൽ ഉലമയെ വളർത്തിയത് അവിടുത്തെ ഉമ്മയാണ് ഹലീമ റളിയല്ലാഹു തആല അൻഹ, അവരാണ് വളർത്തിയത്. മഹാനായ താജുൽ ഉലമ പറയും, എന്റെ ഉമ്മന്റെ ദുആയാണ് ഞാൻ ഇങ്ങനെയായത്. എന്റെ ഉമ്മ ആരെ കണ്ടാലും എനിക്ക് വേണ്ടിയും എന്റെ ജ്യേഷ്ഠനിക്ക് വേണ്ടിയും ദ്വാരക്കാൻ വേണ്ടി പറയും, എന്റെ 2 മക്കളും ആലിമീങ്ങളാകണം. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, വലിയ ധാരാളം ആലിമീങ്ങളെ ഉമ്മമാരാണ് അവരെയൊക്കെ വളർത്തിയത്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ഉപ്പ 2ാമത്തെ വയസ്സിൽ തന്നെ മരിച്ചുപോയി. ഷാഫി ഇമാമിനെ വളർത്തിയത് ഉമ്മയാ. അങ്ങനെ ധാരാളം ആളുകളെ മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ വളർത്തിയത് ഉമ്മയാണ്. താജുൽ ഉലമയെയും വളർത്തിയത് ഉമ്മയാണ്. ഉമ്മ ഓരോ ആളുകളെ കാണുമ്പോഴും എന്റെ 2 മക്കളെ ആലിമീങ്ങളാകണം എന്ന് പറഞ്ഞ് ദ്വാരപ്പിക്കും. ആലിമീങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് ഉമ്മക്കുണ്ടായിരുന്നത്. താജുൽ ഉലമക്കും അങ്ങനെയാണ്. താജുൽ ഉലമയുടെ വീട്ടിൽ അവിടുത്തെ പേരക്കുട്ടി, ആ പേരക്കുട്ടിയുടെ കല്യാണം നടക്കുമ്പോ മഹാനായ ആശിഖുർ റസൂൽ
കുണ്ടൂർ ഉസ്താദ് വന്നിട്ടുണ്ട് കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. ആ സന്ദർഭത്തില് ഈ ഉള്ളവൻ അങ്ങോട്ട് കടന്നു ചെന്നപ്പോ മഹാനായ കുണ്ടൂർ ഉസ്താദ് താജുൽ ഉലമയുടെ പഴയ വീട്, ആ പഴയ വീട്ടിന്റെ ഇടത് ഭാഗത്ത് ഒരു റൂമുണ്ട്. ആ റൂമിൽ ഒരു ബെഡുണ്ട്, ഒരു കട്ടിലുമുണ്ട്. അവിടെയാണ് താജുൽ ഉലമ കിടക്കാറുള്ളത്. ആ കട്ടിലിന്റെ മുകളിൽ താജുൽ ഉലമ ഇരിക്കുന്നു. മഹാനായ കുണ്ടൂർ ഉസ്താദ് താഴെ ഇരിക്കുക. ചെന്ന ഉടനെ താജുൽ ഉലമ പറഞ്ഞു, കുണ്ടൂർ അങ്ങനെ പറയാം. കുണ്ടൂർ അറബിയിലും ബെയ്ത്ത് എഴുതും, മലയാളത്തിലും ബെയ്ത്ത് എഴുതും. കുണ്ടൂർ ഉസ്താദ് ബെയ്ത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു ബക്കറ്റ് നിറയെ വെള്ളം കുണ്ടൂർ ഉസ്താദിനെ കൊണ്ട് മന്ത്രിക്കാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. സയ്യിദ് എന്ന രൂപത്തിൽ താജുൽ ഉലമയെ പറ്റി പറയാറുണ്ട്, ആലിം എന്ന രൂപത്തിൽ പറയാറുണ്ട്, നല്ല ശുജാഇ എന്ന രൂപത്തിൽ പറയാറുണ്ട്, നല്ല സംഘടനാ പ്രവർത്തകൻ എന്ന രൂപത്തിൽ പറയാനുണ്ട്, നല്ല ധർമ്മിഷ്ഠൻ എന്ന രൂപത്തിൽ പറയാനുണ്ട്, അതേപോലെ തന്നെ നല്ല കുടുംബനാഥൻ എന്ന രൂപത്തിൽ പറയാനുണ്ട്. പല രൂപത്തിലും താജുൽ ഉലമയെ നമുക്ക് പറയാനുണ്ട്. റഹ്മാനുറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് എപ്പോഴും ചൊല്ലിയിരുന്ന ഒരു ബൈത്തുണ്ട്, വമബി ഹദാറുൽ മൗത്ത്. കരുവന്തിരുത്തിയിലെ വരാന്തയിലൂടെ നടന്നിട്ട് അവിടുന്ന് ചെല്ലാറുണ്ട്, വമബി ഹദാറുൽ മൗത്ത്, എനിക്ക് മരണത്തെ പേടിയില്ല. വഇന്നീ ലമയ്യിതു, ഞാൻ ഇപ്പൊ തന്നെ മയ്യിത്താണ്. വലാകിൻ ഹദാരി ഹർറുനാരിൻ മുലഫഈൻ, നരകത്തിന്റെ ശക്തമായ ചൂടാണ് എനിക്ക് പേടിയെന്ന് അവിടുന്ന് പറയാറുണ്ട്. റഹ്മാനുറഹീമായ അല്ലാഹു അവിടുത്തെ ഖബർ പ്രകാശിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ ഉലൂമുകൾ ഖിദ്മാത്തുകൾ നൂറും ബർക്കത്തും ബഹജത്തും സുറൂറുമായി ഈ സദസ്സിന്റെ ബർക്കത്തുകളും അവിടത്തേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.